ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് മുൻവശം, ചേലക്കര. കഠിനം വേനൽക്കാലം. കുടിവെള്ളമില്ലാതെ നട്ടം തിരിഞ്ഞ ജനങ്ങൾ. പൈങ്കുളം പമ്പ് ഹൗസിൽ വെള്ളം ലഭിക്കാതെയായിട്ട് 2 ആഴ്ച. മൗനം പാലിച്ച് അധികൃതർ. 2 ആഴ്ചയായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു മുനിസിപ്പാലിറ്റിയിലെയും 3 പഞ്ചായത്തിലും താമസിക്കുന്ന ജനങ്ങൾ. യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ മൗനം പാലിക്കുകയാണ്. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഭാരതപ്പുഴ പമ്പ് ഹൗസിൽ നിന്നാണ് ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 3 പഞ്ചായത്തിലേക്കും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്കും ജനങ്ങൾക്കാവശ്യമായ കുടിവെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ 2 ആഴ്ചയായി കടുത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പ് ഹൗസിൽ നിന്ന് ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്തുള്ള ഉരുക്കു തടയണയിലാകട്ടെ യഥേഷ്ടം വെള്ളമുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് തടയണ പൊളിച്ചാണ് പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. തടയണ ശരിയാക്കുന്നതിന്റെ ഭാഗമായി അധികൃതരെത്തി പൊളിച്ച ഭാഗം ശരിയാക്കുകയും താൽക്കാലികമായി തടയണയിൽ നിന്ന് വെള്ളം പോകുന്നതിനായി ദ്വാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഇതിലൂടെ 24 മണിക്കൂറും മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്യാൻ സാധ്യമാകുന്നില്ല. ഇനി മഴ പെയ്ത് മലമ്പുഴ ഡാം തുറന്നുവിടാതെ ജലവിതരണത്തിനായി മോട്ടോർ അടിക്കാൻ ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം ലഭിക്കുകയില്ലെന്നും പമ്പ് ഓപ്പറേറ്റർ പി. ഫാസിൽ, വർക്കർ ചന്ദ്രൻ വരവൂർ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പുഴയിൽ വെള്ളമില്ല, വെള്ളം വരവ് തീരെ ഇല്ല. അപ്പം പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പമ്പ് കേടുവരും. അപ്പം പറ്റി തീരെ വെള്ളമില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് തീരെ വരണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കാരണം ഇവിടെ പമ്പിങ് മുടങ്ങി കിടക്കുകയാണ്. പല ആളുകളും വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അന്വേഷിച്ചിട്ട്, പക്ഷേ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഡാം തുറക്കുന്നൊരു പരിപാടി ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഈ അവസ്ഥയിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത്. കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ആളുകൾക്കുള്ള കൃഷിൻ്റെ പരിപാടിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള രീതി കൊണ്ട് തുറക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അടുത്തൊരു മഴ പെയ്യുന്നവരെയൊക്കെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അറിയിച്ചിട്ടുണ്ട്, പക്ഷേ ഡാം തുറക്കാനുള്ള ഇത് അവർ നോക്കിയിട്ട് തന്നെ ഇത് പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അറിഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് അധികൃതരെത്തി JCB ഉപയോഗിച്ച് പുഴയിൽ കൂടെ വലിയൊരു ചാലുണ്ടാക്കി അതിലൂടെയായിരുന്നു വെള്ളം പമ്പ് ഹൗസിലേക്ക് എത്തിച്ചിരുന്നത്. ആ നടപടി ഇത്തവണ സ്വീകരിച്ചിട്ടില്ല. ഇപ്രകാരം വെള്ളം എത്തിക്കുകയാണെങ്കിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയില്ലെന്നും നാട്ടുകാർ പറയുന്നു. വേനൽ മഴയെ കാത്ത് എത്ര നാൾ ദാഹജലം പോലുമില്ലാതെ ജീവിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് CCV.